ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു കാഴ്ച മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചൊടിക്കുന്നതെന്ന് കരുതില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട MLA പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർ എഞ്ചിൻ വരുവാന്ന് അദ്ദേഹം വിചാരിച്ചേ. ഞാനും പേടിച്ചു പോയി. കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് വന്ന് സ്പീഡിൽ അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്ന് എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയുന്നില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോൺ അടിച്ചുകൊണ്ട്. ഇതിനകത്ത് ഇത്രയും ഹോൺ അടിക്കേണ്ട കാര്യം ഒരു ബസ് സ്റ്റോപ്പല്ലേ, ബസ് സ്റ്റാൻഡിനകത്തല്ലേ? നിങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു. ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന MLA തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചു. ഇതെന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത്? എന്തെങ്കിലും ബ്രേക്ക് വല്ലതും പോയി വരികയാണോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും കൂടിയിരിക്കുന്നിടത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കേണ്ടതില്ല. റോഡ് അപ്പം എന്തായിരിക്കും? ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാൻ പുറത്തെന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത്? അപ്പൊ ഈ സാധാരണ പറയില്ലേ, അരി ഒരു പാത്രത്തിരിക്കുന്ന ചോറുണ്ട് എന്തോന്നറിയാൻ എല്ലാ അരിയും ഞെക്കണ്ട, രണ്ടെണ്ണം ഇത് ഒരെണ്ണം ഞെക്കിയാൽ മതി. സ്റ്റാൻഡിലേക്ക് കയറാൻ നേരത്ത് വന്നു. അവിടെ വന്ന് ഇപ്പൊ അവിടെ ആരും പോലീസുകാരും വണ്ടി തിരിച്ചു വിടാനില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അവിടെ പരിപാടി നടക്കണമായിരിക്കും, അറിയില്ലായിരുന്നു. ഞാൻ വണ്ടി അവിടെ നിന്ന് ഒരു പോലീസ് വണ്ടി ഇറങ്ങി വന്നു. പോലീസ് വണ്ടി ഇറങ്ങി വന്നപ്പോൾ അവരും പറഞ്ഞില്ല, പിച്ച് കിട്ടില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ സ്റ്റാൻഡിലേക്ക് കയറി പോയതിന് വഴിക്ക് ഒരു കാറ് വട്ടം തിരിച്ചപ്പോൾ ഞാൻ ഓണടിച്ച് ഇപ്പം ഓൺ സ്റ്റക്കായിപ്പോയി. ഇപ്പം ഞാൻ സ്റ്റാൻഡിൻ്റെ അകത്ത് കയറിയിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ വയറൊക്കെ വെച്ച് പിടിച്ചപ്പോഴേക്ക് KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു ഇലക്ട്രീഷ്യൻ വന്ന് ആ വയറ് വലിച്ചു പിടിച്ചു. അങ്ങ് കണ്ടിട്ട് വെഹിക്കിൾമാർ അവിടെ നാട്ടിയ വെഹിക്കിൾമാരൊക്കെ ഉണ്ടായിരുന്നു. വെഹിക്കിൾമാർ എന്നോട് പറഞ്ഞു വണ്ടി പൊക്കമെന്നും പറഞ്ഞ് ഞാൻ വണ്ടി സ്റ്റാൻഡിലേക്ക് പോന്നു. പിന്നെ ശേഷം എൻ്റെ വണ്ടി പിടിച്ചു. ഞാൻ 3 പിള്ളേരും ആയിട്ട് ഈ വാടകയ്ക്ക് ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്നതാണ്. ഈ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത്. ഈ ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് മന്ത്രിയുടെ കാല് പിടിക്കാമെന്ന് ഓർത്തുകൊണ്ട് മന്ത്രി എടുത്ത് ചെന്നപ്പോഴേക്കും അവിടെ അടുപ്പിച്ചില്ല. മന്ത്രി എടുത്ത് കാല് പിടിച്ച് ക്ഷമ പറയാമെന്ന് ഓർത്തുകൊണ്ട് ചെന്നു. അങ്ങ് അവിടെ ഒരു രക്ഷയിലായിരുന്നു.